ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് അയവ് വന്ന പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നു. ഇറാന്റെ പുതിയൊരു മിസൈൽ പരീക്ഷണം. 5000 കിലോമീറ്റർ മുകളിൽ സഞ്ചരിക്കാവുന്ന ഒരു മിസൈലാണ് പുതിയതായി ഇറാൻ പരീക്ഷണം നടത്തിയത്. ഈ മിസൈൽ റഷ്യയിലെ ലൈബീരിയയിലേക്കാണ് പരീക്ഷണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്. റഷ്യയുടെ സഹകരണത്തോടെയും സമ്മതത്തോടെയും കൂടിയാണ് ഇറാൻ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം നടത്തിയിട്ടുള്ളത്. അതിനുശേഷം ഇറാന്റെ പ്രധാനപ്പെട്ട ഒരു ഇറാന്റെ അനുകൂലിക്കുന്ന ഇടങ്ങളിൽ നിന്നും വരുന്ന ഒരു പ്രസ്താവന എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്, ഒരു പ്രഖ്യാപനം എന്നുള്ളത്, ഞങ്ങളുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് വെച്ച് മനസ്സിലാക്കുമ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, റഷ്യയുടെ പിന്തുണയോട് കൂടിയാണ് ഈ ഒരു മിസൈൽ പരീക്ഷണം ഇറാനെ സംബന്ധിച്ചിടത്തോളം നടത്തിയിട്ടുള്ളത്. നേരത്തെ 2000 കിലോമീറ്ററുകൾ സഞ്ചരിച്ച മിസൈലുകളാണ് ഇസ്രായേലിൽ കനത്ത നാശം വിധിച്ചതെങ്കിൽ ഇത് 5000 കിലോമീറ്ററുകളിൽ സഞ്ചരിക്കാവുന്ന മിസൈലായിരുന്നു. ഈ മിസൈലിന്റെ പ്രത്യേകത എന്നുള്ളത് നേരിട്ട് വേഗതയ്ക്ക് പോകുന്നതിനപ്പുറം കൃത്യമായിട്ട് അതിനൊരു ദിശ മാറ്റി സഞ്ചരിക്കാവുന്ന രീതിയിൽ, ഉദാഹരണത്തിന് ഒരു പാമ്പൊക്കെ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഈ മിസൈലിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് അമേരിക്കയെ ലക്ഷ്യം വെച്ചുണ്ടാക്കിയ മിസൈലുകളെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇറാൻ അമേരിക്കയുമായി നടത്തുന്ന ഈ ഒരു നേർക്കുനേരെയുള്ള ഒരു പോരാട്ടങ്ങളുടെ ബാക്കി പത്രമാണ് ഈ മിസൈൽ പരീക്ഷണം എന്നുള്ളത്. അതുകൂടാതെ തന്നെ മറ്റൊരു സൈനിക പരിശീലനം ദക്ഷിണാഫ്രിക്കയിൽ നടന്നു വരുന്നുണ്ട്. ആ ദക്ഷിണാഫ്രിക്കയിൽ നടന്നു വരുന്ന സംയുക്ത സൈനിക പരിശീലനത്തിൽ ഇറാൻ കൂടി പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ അത് പിന്നീട് അമേരിക്കൻ സമ്മർദ്ദം കാരണം പല രാജ്യങ്ങളിലും അതിൽ നിന്നും മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അവിടെ ഇറാന്റെ നാവികസേന അവിടെ പരിശീലനം നടത്തി അവരുടെ കപ്പലടക്കം അതിൽ പങ്കെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലുള്ള ലോക വ്യവസ്ഥിതിയിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം 2 സുപ്രധാന നീക്കങ്ങളായിട്ടാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത് അത് സിറിയയെ സംബന്ധിച്ചിടത്തോളമാണ്. സിറിയയിലെ അഹമ്മദ് അൽ-ഷറ അഥവാ ജൂലാനിയുടെ ഭരണകൂടം കഴിഞ്ഞ ദിവസം കുർദുകളെ അവിടെ അംഗീകരിക്കുന്നതായിട്ട് ഔദ്യോഗികമായി പ്രസ്താവിച്ചിരിക്കുകയാണ്. സിറിയൻ പ്രസിഡന്റിന്റെ പ്രസ്താവന എന്നുള്ളത് സലാഹുദ്ദീൻ അയ്യൂബിയുടെ പിന്മുറക്കാരായ, നേരത്തെ ഖുദ്സ് കീഴടക്കിയ സലാഹുദ്ദീൻ അയ്യൂബി ഈ കുർദ് വംശത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പിന്മുറക്കാരായ കുർദ് വംശജരെ അംഗീകരിച്ചുകൊണ്ടും അവർക്ക് കൃത്യമായിട്ട് സിറിയയിൽ സ്ഥാനമുണ്ട് എന്നും അവരുടെ പദവികളും അവരുടെ അവകാശങ്ങളും അവർക്ക് വകവെച്ചു കൊടുക്കുമെന്നും അവരെ പൂർണ്ണമായിട്ടും ആ രാജ്യത്തെ പൗരന്മാരായി കണക്കാക്കുമെന്നും ഒരു രീതിയിലുള്ള വിവേചനവും സിറിയയെ സംബന്ധിച്ചിടത്തോളം കുർദ് വംശജർക്ക് ഉണ്ടാവില്ല എന്നുള്ള ഒരു നിലപാടാണ് ഈ അഹമ്മദ് അൽ-ഷറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കുർദ് വംശജരെ സംബന്ധിച്ചിടത്തോളം അവർ ഇറാൻ, ഇറാഖ്, സിറിയ, അതുപോലെ തന്നെ തുർക്കി, ഈ 4 രാജ്യങ്ങളിൽ ഭിന്നമായി നിൽക്കുന്ന ഒരു ജനസമൂഹമാണ്. അവർ പരമ്പരാഗതമായി മുസ്ലിങ്ങളാണെങ്കിൽ പോലും പ്രത്യേക കുർദ് വംശവും അതുപോലെ തന്നെ പ്രത്യേക രാജ്യവും വേണമെന്നുള്ള ആവശ്യം തുർക്കിയിൽ, അതുപോലെ തന്നെ സിറിയയിൽ അല്ലെങ്കിൽ ഇറാഖിലൊക്കെ അത് സായുധ പോരാട്ടങ്ങളിലേക്ക് നയിക്കപ്പെട്ടിട്ടുണ്ട്. ആ സായുധ പോരാട്ടങ്ങളെ പല സമയത്തും പല രാജ്യങ്ങളും പിന്തുണച്ചിട്ടുണ്ട്. ചില സമയങ്ങളിൽ അമേരിക്ക അവരുടെ കൂടെയായിരുന്നു, ചില സമയങ്ങളിൽ റഷ്യ അവരുടെ കൂടെയായിരുന്നു. പലയിടത്തും പല രീതിയിലുള്ള താല്പര്യങ്ങൾ മുൻനിർത്തി പലരും അവരെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും സിറിയയിൽ ഒരു വെടിനിർത്തൽ ഉണ്ടാവുകയും ഈ കുർദ് വംശജരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സർക്കാരും അല്ലെങ്കിൽ അത്തരം നടപടികളും അവിടുത്തെ പുതിയ ഭരണകൂടത്തിന് കീഴിൽ, നേരത്തെ അസദിന്റെ നേതൃത്വത്തിലുള്ള ഏകാധിപത്യത്തിന് ശേഷം ഇപ്പോൾ താൽക്കാലികമായി ഒരു പോരാട്ടത്തിലൂടെ അഹമ്മദ് അൽ-ഷറയാണ് സിറിയയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം അമേരിക്കയുമായിട്ട് നയതന്ത്ര ബന്ധത്തിലൂടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി, അദ്ദേഹത്തിന്റെ തീവ്രവാദ പട്ടികയിൽ നിന്നും അമേരിക്ക ഒഴിവാക്കി, അദ്ദേഹത്തിന്റെ സംഘടനയെ ഒഴിവാക്കി. ആ രീതിയിൽ സിറിയക്കുള്ള മേലുള്ള ഉപരോധങ്ങൾ വളരെ രീതിയിൽ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കുർദ് വംശജരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സർക്കാരും അതുപോലെ തന്നെ ഒരു രാജ്യവും കെട്ടിപ്പടുക്കുമെന്നുള്ള അഹമ്മദ് അൽ-ഷറായുടെ പ്രസ്താവന വന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം നടത്തിയിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. റഷ്യയിൽ ഔദ്യോഗികമായി അഫ്ഗാനിസ്ഥാനെ അംഗീകരിച്ചുകൊണ്ട്, താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചുകൊണ്ട് അവിടെ അംബാസിഡറായി ഒരു താലിബാൻ പ്രതിനിധിയെ
നിയമിച്ചിരിക്കുന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. അത് റഷ്യയാണ്. താലിബാനെ സംബന്ധിച്ചിടത്തോളം, അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ ഉപരോധങ്ങളും മറ്റുള്ള ലോകത്തുള്ള പല രാജ്യങ്ങളും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല താലിബാൻ ഭരണകൂടത്തെ. നേരത്തെ ഉണ്ടായിരുന്ന അഫ്ഗാനിസ്ഥാൻ ഭരണകൂടത്തെ പലരും അംഗീകരിക്കാൻ തയ്യാറാവുമ്പോഴും നിലവിലുള്ള അവിടുത്തെ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അതിൽ നിന്നും നിലപാട് മാറിയിട്ട് വരുന്നുണ്ട്. ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് റഷ്യയുടെ സുപ്രധാന നീക്കം. അമേരിക്കയുടെ വലിയ എതിർപ്പിനെ മറികടന്നാണ് റഷ്യ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും അവിടെ ഭരണം നടത്തുന്ന താലിബാനുമായിട്ട് സഹകരിക്കാൻ തയ്യാറാവുന്നത്. താലിബാന്റെ ഔദ്യോഗിക പ്രതിനിധി റഷ്യയിൽ എത്തുകയും അവിടെ അംബാസഡറായ ചുമതല ഏറ്റെടുക്കുകയും പരസ്പരം അവർ പുടിനുമായി കാണുകയും ഔദ്യോഗികമായി തന്നെ അഫ്ഗാനിസ്ഥാന്റെ അംബാസഡറായി അഥവാ നയതന്ത്ര പ്രതിനിധിയായി താലിബാൻ പ്രതിനിധിയെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് ഒരു നിർണായക നീക്കമാണ്. നേരത്തെ ഉണ്ടായ അമേരിക്കയെ അവരുടെ തിരിച്ചു ഓടിച്ചതിന് ശേഷം അഫ്ഗാനിസ്ഥാന്റെ ഭരണം എന്നുള്ളത് താലിബാന്റെ കയ്യിലായിരുന്നു. താലിബാൻ ഭരണം ഏറ്റെടുത്തതിന് ശേഷം മുമ്പ് ഉണ്ടായിരുന്ന താലിബാനിൽ നിന്നും വ്യത്യസ്തമായ പുരോഗമനപരമായ പല സമീപനങ്ങളും ഉണ്ടാവുകയും പല സമീപനങ്ങൾ സ്വീകരിക്കുകയും അത് അവരുടെ ടെക്നോളജി പരമായ അല്ലെങ്കിൽ അവരുടെ വികസന നേട്ടങ്ങൾക്ക് ചൈനയുമായും അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുമായി അവർ സഹകരിക്കാൻ തയ്യാറാവുകയും അവരുമായിട്ട് സഹകരണത്തിന്റെ വാതിൽ തുറന്നിടണമെന്നുള്ള ഒരു ആവശ്യവുമാണ് താലിബാനും ഇപ്പോൾ മുമ്പോട്ട് വെക്കുന്നത്. അമേരിക്കയുമായിട്ട് പോലും ചർച്ചകൾക്ക് തയ്യാറാണ്. പക്ഷെ തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് തങ്ങളെ അംഗീകരിച്ച് മുമ്പോട്ട് പോകുന്ന ഏതൊരു ചർച്ചകൾക്കും തങ്ങൾ തയ്യാറാണ് എന്നും താലിബാൻ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഇന്ത്യയുമായി അടുക്കുന്ന ഇങ്ങനെ പല രീതിയിലുള്ള നയതന്ത്ര സമീപനങ്ങൾ ഈ രാജ്യത്ത് നിന്നും ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ വ്യത്യസ്തമായി താലിബാനിൽ, അഫ്ഗാനിസ്ഥാനിൽ, അതുപോലെ തന്നെ ഇറാനിൽ, അതുപോലെ തന്നെ സിറിയയിൽ 3 രാജ്യങ്ങളിലും വ്യത്യസ്തമായ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത്.